നമസ്കാരം. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. ഉഭയകക്ഷി പങ്കാളിത്തത്തിന് പുതിയ ഊർജം പകരാനുള്ള വഴികളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ സംഭാഷണം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വ്യാപാരം, അതോടൊപ്പം തന്നെ നിർണായക സാങ്കേതിക വിദ്യകൾ, ഊർജം, പ്രതിരോധം, അതോടൊപ്പം സുരക്ഷ എന്നിവയിൽ പങ്കാളിത്തം പുനർജീവിപ്പിക്കുന്നതിനാലായിരുന്നു സംഭാഷണത്തിൽ പ്രധാന ശ്രദ്ധ. നിലവിലുള്ള തീരുവകളും അതോടൊപ്പം തന്നെ ദില്ലിയിൽ നടക്കുന്ന വ്യാപാര കരാർ ചർച്ചകളുമിടയിൽ പൊതുവായ തന്ത്രപരമായ താൽപര്യങ്ങളും വെല്ലുവിളികളും ഇരുവരും അഭിസംബോധന ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. ചർച്ചകൾ സൗഹൃദപരമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ US പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയെന്നാണ് ഔദ്യോഗിക പ്രസ്താവന. വ്യാപാരം, അതോടൊപ്പം തന്നെ നിർണായക സാങ്കേതിക വിദ്യകൾ, അതോടൊപ്പം ഊർജം, പ്രതിരോധം, സുരക്ഷാ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കാനുള്ള അവസരങ്ങളും ചർച്ചാ വിഷയമായി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടേണ്ടതിന്റെ ആവശ്യകത അവർ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. വെല്ലുവിളികളെ നേരിടുന്നതിനും പൊതുവായ തന്ത്രപരമായ താൽപര്യങ്ങൾ പിന്തുടരുന്നതിനും യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിലേക്കുള്ള ഇന്ത്യ US ബന്ധത്തിലെ ചട്ടക്കൂടിന്റെ അവിഭാജ്യ ഘടകങ്ങളായ നിർണായക സാങ്കേതിക വിദ്യകൾ, പ്രതിരോധം, ഊർജം, സുരക്ഷ എന്നിവയിലെ സഹകരണം വിപുലീകരിക്കാനും ചർച്ചയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് എക്സ് അക്കൗണ്ടിലൂടെ ഈ സംഭാഷണത്തെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു. പ്രസിഡന്റ് ട്രംപുമായി വളരെ ഊഷ്മളവും ആകർഷകവുമായ സംഭാഷണമാണ് നടത്തിയത്. ഉഭയകക്ഷി ബന്ധത്തിലെ പുരോഗതിയും അതോടൊപ്പം തന്നെ പ്രാദേശികവും അന്താരാഷ്ട്രീയവുമായ സംഭവ വികാസങ്ങളും ഞങ്ങൾ അവലോകനം ചെയ്തു. ആഗോള സമാധാനത്തിനും അതോടൊപ്പം തന്നെ സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും വേണ്ടി ഇന്ത്യയും USഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നാണ് മോദി എക്സിൽ കുറിച്ചത്. റഷ്യ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക 25% പിഴ ചുമത്താൻ തീരുമാനിച്ചതും നിലവിലുള്ള തീരുവകളും കാരണം ഇന്ത്യ US ബന്ധത്തിൽ അടുത്ത കാലത്ത് സമ്മർദ്ദം കാര്യമായി തന്നെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മോദി ട്രംപ് സംഭാഷണം നടന്നത്. ബന്ധത്തിൽ ഈ നീക്കം തിരിച്ചടിയാകുമെന്ന ആശങ്കകളും നിലനിന്നിരുന്നു. ചൈനയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും അതോടൊപ്പം റഷ്യൻ ഊർജത്തിന്റെ പ്രധാന ഉപഭോക്താക്കളായിരിക്കെ ഇന്ത്യയെ മാത്രം ലക്ഷ്യമിടുന്നതിന്റെ യുക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ തീരുവകൾ ന്യായമല്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഉഭയകക്ഷി ബന്ധത്തിൽ ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ടെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് തൊട്ടു പിന്നാലെയാണ് ഈ ടെലിഫോൺ സംഭാഷണം നടന്നത്. ഒപ്പുവെച്ച കരാറുകൾക്ക് പുറമെ പുടിനും മോദിയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധവും സന്ദർശനത്തിൽ ശ്രദ്ധേയമായിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരുവരും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇതോടെ US നിലപാടിൽ അയവ് വരുത്തുകയാണോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.